ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച സ്പെഷ്യലായിട്ട് കാലത്ത് നൂലപ്പവും കുറുമക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. തലേദിവസം ഞാൻ രാത്രി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറുമക്കറിക്കുള്ളത്. അതിൽ 3 ഉരുളക്കിഴങ്ങ് എടുത്തു, 3 സവാള എടുത്തു, 3 ക്യാരറ്റ് എടുത്തു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേശ്ശെ എടുത്തു, ഒരു കഷ്ണങ്ങളെടുത്തു. ഇഞ്ചി പകുതി ഒരു 4-5 എണ്ണം എടുത്തു, 3 മുളകെടുത്തുണ്ട്, പിന്നെ ബീൻസ് 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഗ്രീൻ പീസ് ഉണ്ട്, അതൊരു ചെറിയൊരു പിടി എടുത്ത് കുതിർക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി അടുത്ത ദിവസം രാവിലെ കുറുമക്കറി ഉണ്ടാക്കും. അപ്പോൾ കുറുമക്കറി എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ ദിവസം അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടു കേട്ടോ. ഇനി അതിലേക്ക് ഏലക്കായ ഒരു 3 ഏലക്കായ 3 എടുക്കുന്നുണ്ട്. പിന്നെ കറുകപ്പട്ടയും ഗ്രാമ്പും കുറേശ്ശെ എടുക്കണുള്ളൂ കേട്ടോ. കറുകപ്പട്ട 2 അങ്ങനെ 2 കഷ്ണം, അങ്ങനെ ഗ്രാമ്പ് ഒരു 3 അങ്ങനെ വലിയ അധികം അതിൻ്റെ രുചി സെൻസ് കയറുമ്പോൾ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് കുത്തണ പോലെ കുറേശ്ശെ ഇടണുള്ളൂ കേട്ടോ. എന്നിട്ടിത് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാം. ഒരു 4 വിസിലൊക്കെ വേവിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴേക്കും വേവണ സമയം കൊണ്ട് നമുക്ക് 1-ാം പാലും 2-ാം പാലും എടുത്തേക്കാം. പിന്നെ വേപ്പിലും അതെ, അല്ലെങ്കിൽ കുക്കറിലിങ്ങനെ അതിൽ ടെമ്പറേച്ചർ ഇത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ കുക്കറിലേക്ക് ചിലപ്പോൾ വേപ്പില അതിൻ്റെ ഹോളിലേക്ക് കയറിയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. ഇത് കഴിഞ്ഞിട്ടാണ് കുക്കറിൽ വേപ്പില ഇടാറുള്ളൂ. അപ്പോൾ ഇനി ഗ്രാമ്പൊക്കെ ഇടട്ടോ. ഇതിൽ കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും എടുത്തിട്ടുണ്ട്. 3 വീതം കറുകപ്പട്ട 3-4 അങ്ങനെ ചെറുതായിട്ട് വളരെ നൈസായിട്ടുള്ള കറുകപ്പട്ടയുടെ കഷ്ണങ്ങളാണ് എടുത്തേക്കണേ. കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും അതിലിട്ടുണ്ട് കേട്ടോ. അതിട്ടപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അതിലിത്തിരി വെള്ളം കൂടി വെച്ച് നമുക്ക് കുക്കറിൽ വെച്ച് വിസിലടിപ്പിക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വയ്ക്കാം. ഇതിൽ കുതിർത്തി വെച്ച ഗ്രീൻ പീസ് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇനി നമുക്ക് ഗ്രീൻ പീസും കൂടി ഇട്ടിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ഇട്ടു, ഇനി നമുക്ക് വേവിക്കാം. ഒരു 4 വിസിൽ ഞാൻ കേൾപ്പിച്ചു. ആദ്യത്തെ വിസിൽ വരണ വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യത്തെ വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് പിന്നത്തെ 3 വിസിലിൽ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ കേട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തു. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. വിസിൽ പോയപ്പോൾ ഞാൻ തുറന്നിട്ട് ഇനി നമുക്കിത് 2-ാം പാൽ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കഷ്ണങ്ങൾ. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം കേട്ടോ. ഇനി അതൊന്ന് തിളക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് 1-ാം പാൽ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ എടുക്കാം. ഒരു വേപ്പിലയും കൂടി ഇടണം. എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പിടാം. ഇത്ര അധികമൊന്നും വയ്ക്കണ്ടാക്കിട്ടോ. ഞാൻ 2 ദിവസത്തേക്കൊക്കെ വയ്ക്കാറുണ്ട് ഇതുപോലെ കറി വയ്ക്കുമ്പോൾ. ഇവിടെ അങ്ങനെയാണ് വയ്ക്കാറ്. അപ്പോൾ പിന്നെ അത് ശീലമായി. അപ്പം ഇത് 2 ദിവസത്തേക്ക് ഉണ്ടാവും. നാളെയും കൂടി ഉണ്ടാവും. എരിവുണ്ട്, ഉപ്പൊക്കെ ഉണ്ട്.
തിളക്കട്ടെ കേട്ടോ. വേപ്പിലിട്ടു ഞാൻ ലാസ്റ്റ്. ഒന്നാം പാൽ ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴിയും, ഒന്ന് പോളകൾ വലിയ കുമ്പളകൾ വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. അപ്പോൾ ഇത് തിളക്കട്ടെ. ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തീ സിമ്മിലാക്കിയിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് തിളക്കേറിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയുണ്ട് വയ്ക്കാറ്. പിന്നെ കുരുമുളക് ചിലപ്പോൾ ഇടാറുണ്ട്, ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഇനി വേറൊരു പാത്രത്തിലേക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കട്ടെ. നമുക്കിനി നൂലപ്പം ഉണ്ടാക്കാം കേട്ടോ. നൂലപ്പം ഉണ്ടാക്കിയിട്ട് നൂലപ്പം കുറുമക്കറി റെഡി ആയല്ലോ. ഇനി നൂലപ്പം ഉണ്ടാക്കി അത് വേവിക്കാൻ വയ്ക്കാം. നൂലപ്പത്തിൻ്റെ അപ്പം ഞാൻ അച്ചിലിട്ട് നൂലപ്പം ആക്കുന്നുണ്ട്. ഇനി ചൂടായിട്ട് വെള്ളം ചൂടായിട്ട് നമുക്കതിൽ വേവിക്കാൻ വയ്ക്കാം. നമുക്കത് അടുപ്പിൽ വയ്ക്കാം. ഒരെണ്ണം ഞാൻ വച്ചു, ഇനി അടുത്തത് വയ്ക്കാം. കറി റെഡി ചെയ്തു, ഇനി മാറ്റാം. അപ്പോഴേക്കും നമുക്ക് അരിക്ക് ചോറ് വയ്ക്കാൻ വേണ്ടി വെള്ളം നോക്കാം. ഇന്നലത്തെ ചോറ് കുറച്ചുണ്ട്, അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ചോറ് വെച്ചാൽ മതി. നാളെ 1-ാം തീയതി ആയതുകൊണ്ടേ, അപ്പം നമുക്കതും കൂടി ചെയ്യാം. വിറകടുപ്പ് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ ഈ മാസം കുക്കിംഗ് ഗ്യാസ് കിട്ടാൻ ഇത്തിരി വൈകി. അപ്പോൾ ഞാൻ ശരിക്കും പെട്ടു, പക്ഷേ തീർന്നിട്ടില്ല കേട്ടോ. പായത്തിന് 10-ാം തീയതി വരെ നിൽക്കാറുള്ളൂ. ഇപ്രാവശ്യം ഇപ്പോൾ 14-15 ആവാറായില്ലേ, 14-ാം തീയതി. അടിയിലേക്ക് വെച്ച് നോക്കാം, അപ്പോൾ തീ പെട്ടെന്ന് കത്തി പോകും. വിളക്കിൻ്റെ തിരിയ ആദ്യം ഞാൻ മെഴുകുതിരിയായിരുന്നു കത്തിക്കാതെ, ഇപ്പം ഞാൻ വിളക്കിൻ്റെ തിരി എടുക്കുന്നുണ്ട്. അപ്പം ആ തിരിയും കഴിഞ്ഞ് പൊക്കോളും. തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പം മാറ്റി വയ്ക്കാം. കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കുറുമക്കറിയും നൂലപ്പമാണ് കേട്ടോ. കത്തിയിട്ടുണ്ട്. സൺഡേ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട്, നൂലപ്പവും കുറുമക്കറിയും. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ, താങ്ക് യു.